നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ മാത്രമേ ഉള്ളോ എന്താ തനിച്ചു പോരുന്നത്? അല്ല, നിന്റെ ഭാര്യയെന്നും പറഞ്ഞ് ജീവിക്കുന്ന ഒരുത്തിയും കൂടെ ഉണ്ടല്ലോ അവിടെ. പോരുമ്പോ അവളെ കൂടി കൊണ്ടുപോരാമായിരുന്നല്ലോ. വല്യപ്പച്ചി എന്ത് വേണമെങ്കിലും പറഞ്ഞോ, കേൾക്കാൻ ഞാൻ തയ്യാറാ. എന്റെ ഭാഗത്ത് നിന്ന് ഞാൻ അറിയാതെ സംഭവിച്ച ഒരു തെറ്റിന് സ്വാതിയോട് സോറി പറയാനാ ഞാൻ വന്ന. ഇതാണോ നീ അറിയാതെ സംഭവിച്ചെന്ന് പറയുന്ന തെറ്റ്? നാലാൾ അറിയ നീ കഴുത്തിലെ താലി കെട്ടിയ പെണ്ണാ ശ്രീകുട്ടി. സ്വബോധം പോലും നഷ്ടപ്പെട്ട ഒരു പെണ്ണ്. നീയാണ് ഭർത്താവെന്നും പറഞ്ഞ് ആ വീട്ടിലെ സർവ്വ സ്വാതന്ത്ര്യത്തോട് ജീവിക്കുമ്പോ അത് അംഗീകരിച്ചു കൊടുക്കുകയല്ലേ നീ നിന്റെ അമ്മയും കൂടെ ചെയ്യുന്നത്? ഇങ്ങനെ ഒരു സംഭവം ലോകത്ത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ചോദിച്ചതിന് ഉത്തരം പറയടാ. നിന്റെ സ്ഥാനത്ത് മറ്റൊരു ചെറുപ്പക്കാരനാണെങ്കിൽ എവിടുന്നോ കേറി വന്ന ആരോ താലി കെട്ടിയ ഒരു പെണ്ണിന്റെ ഭർത്താവ് പദവി ഏറ്റെടുക്കോടാ. അമ്മ എങ്ങനെയാണ് ആ വീട്ടിലെത്തിയെന്ന കാര്യം കാഞ്ചന മറന്നു പോകരുത്. നമ്മുടെ മകളാ അവളെ അവിടെ എത്തിച്ചത്. അതിന്റെ പേരില് നീ സഞ്ജുവിനെ കുറ്റപ്പെടുത്തരുത്. എന്റെ മോള് ചെയ്ത തെറ്റ് മൂടി വെച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. അമ്മ അഭിനയിക്കുന്നതല്ലെങ്കിൽ പോലും അവള് ചെയ്ത കാര്യങ്ങൾ മറക്കുന്നില്ല. പക്ഷേ സഞ്ജുവിന്റെ നിലപാടാണ് പ്രധാനം. എങ്ങനെ താലി കെട്ടാത്ത ഒരു പെണ്ണിന്റെ ഭർത്താവായി അവള് പറയുന്നതിനൊത്ത് തുള്ളാൻ ഇവനെങ്ങനെ കഴിയുന്നു? താലി കെട്ടിയ പെണ്ണെ എല്ലാം കാണുന്നു എന്നുള്ള ബോധം ഇവൻ എന്താ ഇല്ലാതായത്? എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ സ്വാതിയോട് പറയാം. സത്യം എന്താണെന്നറിഞ്ഞാ അവൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഇനി നീ വന്നാ തന്നെ നിന്നെ കാണാൻ താല്പര്യമില്ലെന്ന് അവള് പറഞ്ഞു കഴിഞ്ഞു. സഞ്ജു, നീ പോവാൻ നോക്ക. പ്രഭ ഒച്ച വെച്ചിട്ടൊന്നും കാര്യമില്ല. ശ്രീകുട്ടി തന്നെ എന്നോട് ഇത് പറഞ്ഞത്. നീ ചെന്ന് അവളോട് സംസാരിക്കടാ. നിന്നെ ആരും തടയില്ല. അച്ഛാ, എനിക്കിനി പുതുതായിട്ട് കേൾക്കാനൊന്നുമില്ല. സഞ്ജു, ദയവായി ഒന്ന് പോ. ഞാൻ സമാധാനത്തോടെ എവിടെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ. നീയായി ഉണ്ടാക്കിയ കുരുക്ക് നീയായിട്ട് തന്നെ അഴിച്ചെടുത്ത് എന്റെ മകൾക്കൊരു ജീവിതം കൊടുക്കണം. അതിന് നിനക്ക് കഴിയാതെ ഇതിങ്ങനെ നീണ്ടുപോയ ശ്രീകുട്ടിയും കൊണ്ട് ഞാനും കാഞ്ചനയും രാജ്യം വിടും. പോകുന്നത് നിന്റെ കയ്യിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങിയിട്ടായിരിക്കും. പിന്നീട് ഞങ്ങളുടെ ഒരു മടങ്ങി വരവ് ഉണ്ടായിരിക്കില്ല സഞ്ജു. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, നീ അനുഭവിച്ചറിയാൻ പോകുന്നതാണ്.
എന്തായാലും മോളെ, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ആ സ്വാതി മംഗലശ്ശേരിയുടെ പടിയിറങ്ങി പോയല്ലോ. ഇപ്പൊ അമ്മയുടെ ഏറ്റവും വലിയ സന്തോഷം അതാ. ഇനി അവളുടെ ഒരു തിരിച്ചുവരവ് മംഗലശ്ശേരിയിൽ ഉണ്ടാവരുത്. ഇല്ല മമ്മി, അവൾ ഇനി തിരിച്ചു വരില്ല. അതിന് ഞാൻ നിന്നെ അഭിനന്ദിക്കുന്നു. നിനക്കൊരു പാർട്ടി തന്നെ മമ്മി ഒരുക്കുന്നുണ്ട്. ഞാൻ മനസ്സ് തുറന്ന് ആഹ്ലാദിക്കണമെങ്കിൽ സഞ്ജു 2 ഭാര്യമാരും ഇല്ലാതെ ഒറ്റപ്പെടണം. കാര്യങ്ങൾ നമ്മൾ അവിടെ കൊണ്ടെത്തിക്കും മോളെ. കവിതയെ നമ്മൾ പിണക്കാതെ കൂടെ കൊണ്ടുപോണം. അവള് മംഗലശ്ശേരി ഒന്നോടെ വിഴുങ്ങാനാ കാത്തിരിക്കുന്നത്. സഞ്ജുവിനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് കവിത സ്വത്തുക്കൾ തട്ടിയെടുത്താൽ അവള് പിന്നെ നമ്മുടെ ശത്രുവാവും. ശരിയാ, ഗൗതം അങ്കിളിനെ പോലും ചിലപ്പോ കവിതാന്റെ വേണ്ടാന്ന് വെക്കും. ഞാൻ ഇത് മമ്മിയോട് പറയാനിരുന്നതാ. അവള് മംഗലശ്ശേരിയിലെ വിത്താണെന്ന് എനിക്കറിയാഞ്ഞിട്ടാണോ? ഞാൻ അവളെ പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. സഞ്ജുവ ലക്ഷ്മിയുടെ ഭർത്താവാണെന്ന കാര്യത്തിൽ കവിതയ്ക്കിപ്പോ സംശയം മാത്രമേ ഉള്ളൂ. ആ സംശയം ഇല്ലാതാക്കാനാ ഞാൻ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കവിത ആ സത്യം തെളിവോടെ തിരിച്ചറിഞ്ഞാൽ സ്വാതിയുമായുള്ള സഞ്ജുവിന്റെ ഈ ബന്ധം അവസാനിക്കുമെന്നല്ലാതെ നമ്മളൊന്നും നേടാൻ പോകുന്നില്ല. കവിത പറഞ്ഞതുപോലെ ലക്ഷ്മിയെ ശ്രീദേവി മരുമകളായി അംഗീകരിക്കും. അതാണ് വിധിയെന്ന് സഞ്ജുവിനും കരുതേണ്ടി വരും. ലക്ഷ്മി ഐശ്വര്യമുള്ള പെണ്ണ. അത് ഞാൻ അറിഞ്ഞത് വെച്ച് നോക്കുമ്പോ അവൾ ഏത് വീട്ടിലാണോ ഉള്ളത് ആ വീട്ടിൽ ഐശ്വര്യ ദേവത കുടികൊള്ളൂന്ന. മംഗലശ്ശേരിയിൽ നിന്ന് നമുക്കിനി പടിയിറക്കേണ്ടത് ലക്ഷ്മിയെ തന്നെയാണ്. ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും ഇന്നും മംഗലശ്ശേരിക്ക് ഒരു കോട്ടോ സംഭവിക്കാതിരിക്കുന്നതിന് കാരണം ലക്ഷ്മിയാ. അവള് തന്നെയാ ഇനി ദക്ഷയുടെ ടാർഗറ്റ്. സർ, എന്താണ് ഇത്രയും വൈകിയേ? സോറി സാർ, ഇനി എന്തെങ്കിലും വേണോ? 2 ലാർജ് കൂടെ എടുത്തോ. ശരി സാർ. ഇനി നീ വന്നാൽ തന്നെ നിന്നെ കാണാൻ താല്പര്യമില്ലെന്ന് അവള് പറഞ്ഞു കഴിഞ്ഞു. സഞ്ജു, നീ പോവാൻ നോക്ക. അതിന് നിനക്ക് കഴിയാതെ ഇതിങ്ങനെ നീണ്ടുപോയ ശ്രീകുട്ടിയും കൊണ്ട് ഞാനും കാഞ്ചനയും രാജ്യം വിടും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.